മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ മിക്ക ആളുകൾക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ തന്നെ മൊബൈലിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെറിയൊരു കാര്യം ഒരു 15 സെക്കൻഡ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ അതും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അതിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ സാധിക്കും. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എഡ്ജ് പാനലിൽ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമാകും ഇങ്ങനെയൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ സെറ്റിങ്സ് ഉണ്ടോ എന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡ്ജ് പാനൽസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ എനബിൾ അല്ല എങ്കിൽ നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഡ്ജ് പാനൽസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു എഴുത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇവിടെ ആ ഒരു എഡ്ജ് പാനൽ വരിക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് അതായത് സാധാരണ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന പോലെയല്ല, ഈ മുകളിലെ ഒരു ചെറിയൊരു ആരോ മാർക്ക് പോലെ ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എഡ്ജ് പാനൽ വരും. ഇനി ഈ ഒരു എഡ്ജ് പാനലിൽ എന്തൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാനിപ്പോൾ അതിൽ നിന്ന് ബാക്ക് വരെയാണ്. ഇവിടെ പാനൽസ് എന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എല്ലാം ഓഫിലാണ് കിടക്കുന്നത്. ഇവിടെ ലൈവ് മെസ്സേജ് എന്ന ഈ ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ ആപ്സ് എന്ന ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ആപ്സ് എന്ന ഭാഗം എനബിൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ ലൈവ് മെസ്സേജ് എന്ന ഭാഗം എനബിൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആപ്സ് എനബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആപ്സ് നോക്കാം. ഇവിടെ എഡിറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. ആപ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എഡിറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു എഡ്ജ് പാനലിൽ ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ കുറച്ച് ആപ്ലിക്കേഷൻസുകൾ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടത് വാട്സപ്പ് ആണെങ്കിൽ ഞാനിപ്പോൾ വാട്സപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇവിടെ വാട്സപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതി, ആ വാട്സപ്പ് എഡ്ജ് പാനലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ അവിടെ ആ ഒരു ഇൻഡോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സാപ്പ് പഴയ സ്ഥലത്തേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഈ ഒരു എഡ്ജ് പാനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ മെനു ഒക്കെ എടുത്തിട്ട് ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. അപ്പോൾ ആപ്ലിക്കേഷൻസുകൾ ഈ ഒരു എഡ്ജ് പാനലിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇനി ലൈവ് മെസ്സേജസ്, ഇപ്പോൾ എൻ്റെ S23 അൾട്ര ആയതുകൊണ്ട് ലൈവായിട്ട് ചില മെസ്സേജുകൾ നമുക്ക് മാർക്ക് ചെയ്തിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ലേറ്റസ്റ്റ് മൊബൈൽ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ അത് ഉണ്ടാകും. അത് നിങ്ങൾക്ക് എനബിൾ ചെയ്ത് കൊടുക്കുക. അതിന് പുറമെ പീപ്പിൾ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട ആളുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒരാളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു 5 പേരെ നിങ്ങൾ ദിവസവും വിളിക്കുന്ന ആളാണ്. ആ 5 പേരെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ അതായത് എഡ്ജ് പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ എഡ്ജ് പാനൽ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അവരുമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാനും മറ്റും ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷനാണ്. അവിടെ എങ്ങനെ ആഡ് ചെയ്യുക? അത് നേരത്തെ പോലെ തന്നെ ഇവിടെ എഡിറ്റ് എന്ന ഭാഗം വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 2 പേരെ ഇപ്പോൾ ഓൾറെഡി ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരാൾ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ടച്ച് ചെയ്താൽ മതി, മറ്റൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളൊക്കെ ഇവിടെ ഇതുപോലെ കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് എഡ്ജ് പാനൽ എടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യാനും കോൾ ചെയ്യാനും ഇവിടെ സാധിക്കും. ജസ്റ്റ് ഞാൻ 2 പേരും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്മാർട്ട് സെലക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ തന്നെ വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്കിനി എവിടെ നിന്നും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യാൻ സാധിക്കും. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം നമുക്കൊരു 15 സെക്കൻഡ് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി കോപ്പി ചെയ്ത ടെക്സ്റ്റുകൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാം. അത് നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഒരു ഭയങ്കര സംഭവമാണ് സ്മാർട്ട് സെലക്ട് എന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ ടാസ്ക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ അത് നമുക്ക് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് പാനലിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യമുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇനി
ഇവിടെ നിങ്ങൾക്ക് വെതർ, അതായത് കാലാവസ്ഥ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈവായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വെതർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതും നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് പാനലിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ മാർക്ക് ചെയ്തത് അതൊക്കെ എഡ്ജ് പാനലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി അതിന് പുറമെ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതും നമുക്ക് എഡ്ജ് പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എഡിറ്റ് എന്നൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സംഭവം, അതായത് ലൊക്കേഷൻ ഡാറ്റ എന്ന ഈ ഒരു സംഭവം എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടൂൾസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഞാൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരികയാണ്. ഇവിടെ റിമൈൻഡർ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഗൂഗിളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള പല സൈറ്റുകളിൽ നിന്നും നമുക്ക് പല നോട്ടിഫിക്കേഷനും വരുന്നത് റിമൈൻഡർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലിപ്പ് ബോർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സംഭവം സ്ക്രീൻഷോട്ട് എടുത്തു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തു അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തു, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിപ്പ് ബോർഡിലാണ് വരിക. അങ്ങനെ ക്ലിപ്പ് ബോർഡിൽ വന്നതും നമുക്ക് ഈ ഒരു എഡ്ജ് പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു എഡ്ജ് പാനലിൽ, അതായത് പാനൽസ് എന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഞാനിപ്പോൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ മൊത്തത്തിൽ ബാക്ക് വരികയാണ്. ഓക്കെ, ഞാനിപ്പോൾ ബാക്ക് വന്നു. ഇനി നമുക്ക് ഈ ഒരു എഡ്ജ് പാനൽ എടുക്കുന്നത് എങ്ങനെ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയല്ല സ്വൈപ്പ് ചെയ്യേണ്ടത്. മുകളിൽ ഈ ഒരു സ്ഥലത്ത് ഒരു വൈറ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒരു വര നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ സ്വൈപ്പ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് വരികയുള്ളൂ. ഇപ്പോൾ ആപ്ലിക്കേഷന്റെ ഭാഗമാണ് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു പെന്നിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് നേരത്തെ ഞാൻ കാണിച്ച പോലെ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഇനി വേറെ പുതുതായിട്ട് വേണം അതൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു എഡ്ജ് പാനലിൽ ആപ്ലിക്കേഷന്റെ ഭാഗത്തുണ്ട്. അതുകൂടാതെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരുന്നു S23 അൾട്രയിലൊക്കെ ഇങ്ങനെ നമുക്ക് ആ ഒരു ലൈവായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനും മറ്റുള്ള ഓപ്ഷൻസുകളൊക്കെ ഈ ഒരു മൊബൈലിൽ ഉണ്ട്. അത് ഇപ്പോൾ ഞാൻ നേരത്തെ എനേബിൾ ചെയ്തുകൊണ്ട് ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത 2 കോൺടാക്ട് നമ്പർ ഇവിടെയുണ്ട്. നമുക്ക് ഏതൊക്കെ കോൺടാക്റ്റുകളാണ് പെട്ടെന്ന് തന്നെ വിളിക്കേണ്ടത് അവരെ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാളെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കോൾ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോൾ ചെയ്യാം, പെട്ടെന്ന് തന്നെ കോൾ ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെ കോൺടാക്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ട് ആളുകളെ ഇവിടെ ആഡ് ചെയ്യാനും സാധിക്കും. ഞാൻ ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് പരിചയപ്പെടാം. അതായത് റെക്ടാങ്കിൾ എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തൻസീർ ഹാഷിം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ബാക്കി ഒരുപാട് സംഭവങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. റെക്ടാങ്കിൾ എന്ന് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമുക്കിവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് വേണമെങ്കിൽ അതിങ്ങനെ നമുക്ക് ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നമുക്ക് ഒരാൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം വന്നിട്ടുണ്ട്. ഇത് വേണം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പ് ബോർഡിൽ വെക്കാം. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി അടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പിൻ ചെയ്ത് വെക്കുന്നത് കാണിച്ചു തരാം. പിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ പിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വീഡിയോസോ ഫോട്ടോസോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏത് വേണമെങ്കിൽ കാണാം. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ പിന്നായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഒരു പിന്നിൻ്റെ ഐക്കണും ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ തന്നെ ആ ഒരു ഐക്കണുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിന് പുറമെ വീണ്ടും ഞാൻ ആ എഡ്ജ് പാനൽ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. തൊട്ട് താഴെ ഓവൽ എന്ന ഭാഗം, ഇതും തൻസീർ ഹാഷിം പരിചയപ്പെടുത്തിയാണ്. ജസ്റ്റ് ഇതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ഇത് റൗണ്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ റൗണ്ട് ആയിട്ട് നിങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഈ രൂപത്തിൽ റൗണ്ട് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, കോപ്പി ചെയ്യാം, പിൻ ചെയ്യാം, അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് എന്തെങ്കിലും എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ എഴുതിയിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ബാക്ക് വരാണ്. ഇവിടെ ഡിസ്ക്രൈബ് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ വീണ്ടും ആ ഒരു എഡ്ജ് പാനൽ ഓപ്പൺ ആക്കി. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി, ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമുക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ കൂടി റെക്കോർഡിൽ കിട്ടില്ലേ എന്ന്. പക്ഷേ ഓഡിയോ കിട്ടില്ല കേട്ടോ. നമുക്ക് അവരുടെ ആ ഒരു മുഖം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റെക്കോർഡ് ചെയ്യാം ഈ ഒരു എഡ്ജ് പാനലിലൂടെ, ഈ ഒരു റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ, ഇപ്പം ഗാലറി ഞാൻ ഓപ്പൺ ചെയ്യാണ്. ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഗാലറിയിൽ നിന്നും ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇതിൻ്റെ സൗണ്ട് വർക്കാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഭാഗം റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ആ സംഭവം ഇവിടെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റെക്കോർഡിൻ്റെ ആ ഒരു സംഭവം ഞാനിവിടെ കൊണ്ടുവന്നു. നമുക്ക് ചെറിയൊരു ഭാഗമേ വേണ്ടൂ എങ്കിൽ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മുഖം മാത്രമാണ് വേണ്ടതെങ്കിൽ ആ ഒരു മുഖത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് റെക്കോർഡ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും 15 സെക്കൻഡ് ഇവിടെ നമുക്ക് റെക്കോർഡായിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടും. ഇപ്പോൾ 15 സെക്കൻഡുള്ള വീഡിയോ ഇവിടെ റെക്കോർഡായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ, ഇപ്പം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ റെക്കോർഡ് ചെയ്ത സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മറ്റേ വീഡിയോ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബേക്ക് വരാം. ഓക്കെ, ബേക്ക് വന്നാലും ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ബേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആകുന്നുണ്ടാവും. നമ്മളിത് റെക്കോർഡ് ചെയ്ത 15 സെക്കൻഡ് റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ബാക്ക് വന്നാലും ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ആകുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ചെറിയൊരു വീഡിയോ 15 സെക്കൻഡിലുള്ള ഈ ഒരു വീഡിയോ നമുക്ക് ഇത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആവും. ജസ്റ്റ് നമുക്കൊന്ന് ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജിഫ് എന്ന ആ ഒരു സെക്ഷനിൽ ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആണെന്നുണ്ട്. നമുക്ക് അതിന് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ കാണാൻ സാധിക്കും സൗണ്ട് ഇല്ല കേട്ടോ. നമുക്ക് ആ വീഡിയോ മാത്രമേ റെക്കോർഡാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴും ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ വീഡിയോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ സൗണ്ട് കിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ കൃത്യമായിട്ട് നമുക്ക് വീഡിയോയിൽ ഒരു ജിഫായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. 15 സെക്കൻഡുള്ള ഒരു ജിഫ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ സെറ്റിംഗ്സിലെ ഈ ഭാഗമൊന്നും നമുക്ക് ഇതൊന്നും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചാലൊന്നും ഇത് കോപ്പി ആകില്ല. ഞാനിപ്പോൾ എഡ്ജ് പാനൽ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. ഇതിൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഓവൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റെക്ടാങ്കിൾ തന്നെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തു. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സംഭവം വന്നിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യേണ്ടത്, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചു. ഇവിടെ ഡൺ കൊടുക്കുകയാണ്. ഡൺ കൊടുത്തു. ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് ആകും. ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇതിലേക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം, നേരെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ, ഒരു ടീയുടെ ഐക്കൺ കാണാൻ സാധിക്കും. ആ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം മൊത്തത്തിൽ ഇവിടെ മാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. ഇനി അത് ട്രാൻസ്ലേറ്റും കൂടി ചെയ്യാം. ഓക്കെ, ഇത് കോപ്പി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുണ്ട്, ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. നേരെ ബേക്ക് വന്നിട്ട് വാട്സാപ്പിൽ ഇപ്പോൾ നമുക്കൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു സെറ്റിംഗ്സിന്റെ അകത്തുള്ള സംഭവമാണ് ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ അതേ പൊസിഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ ടി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ എല്ലാം മാർക്കായിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ആണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് മലയാളം സെലക്ട് ചെയ്യാൻ ഇവിടെ മലയാളം ലാംഗ്വേജ് ഇപ്പോൾ അവൈലബിൾ അല്ല. എൻ്റെ മൊബൈലിൽ കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല. നിങ്ങളുടെ മൊബൈലിൽ മലയാളം ഉണ്ടെങ്കിൽ മലയാളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദി അതുപോലെ തന്നെ മറ്റുള്ള ഭാഷകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അറബിക് ഉണ്ട്, ചൈനീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. പക്ഷേ ഇറ്റാലിയൻ വരെ ഉണ്ട്, ജാപ്പാനീസ്, കൊറിയൻ എല്ലാം ഉണ്ട്. പക്ഷേ മലയാളം ഇവിടെ കാണുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ പുതിയ അപ്ഡേറ്റിൽ മലയാളം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരുവിധ ലാംഗ്വേജുകളൊക്കെ ഇവിടെ ഉണ്ട്. ആ ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. നമ്മൾ എന്താണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ച പോലെ തന്നെയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നിങ്ങളുടെ ഭാഷ അതിലില്ല എങ്കിൽ നിങ്ങൾ ഏതായാലും കോപ്പി ചെയ്തല്ലോ, ടെക്സ്റ്റ് കോപ്പി ചെയ്തു, അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഓർക്കുക, എല്ലാ ടെക്സ്റ്റുകളും നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹെഡിങ് ഒക്കെ നമുക്ക് കോപ്പി ചെയ്യാം എന്നല്ലാതെ മൊത്തത്തിൽ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഞാനത് ടെസ്റ്റ് ചെയ്താണ്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം. വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു എഡ്ജ് പാനലിലൂടെ നമുക്ക് ഈ രണ്ട് ഓപ്ഷനിൽ ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എവിടെയും കോപ്പി ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. അത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയും, എന്നാൽ നിങ്ങൾക്ക് ആദ്യം ഇത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യ ഭാഗങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു എഡ്ജ് പാനൽ ഇവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാസ്ക് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വെതറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കോമ്പസും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷനും ഇവിടെ കാണാൻ സാധിക്കും. ഏത് ഏരിയ ആണ് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും റിമൈൻഡർ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എഡ്ജ് പാനലിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.